നമസ്തേ. പ്രതിപക്ഷം ആഘോഷിച്ച സമരം, പക്ഷേ അവസാന നിമിഷം സംഭവിച്ചത് മറ്റൊന്നാണ്. 26 ദിവസത്തെ നിരാഹാര സമരം അവസാനിപ്പിച്ചുകൊണ്ട് സോനം വാങ്ചുക് രംഗത്തു വന്നതോടെ ദില്ലിയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുകയാണോ? കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകൾ എന്തൊക്കെയാണ്? ഈ തീരുമാനത്തിന് പിന്നിലെ കാരണങ്ങൾ എന്തെല്ലാം? വീഡിയോ മുഴുവൻ കാണാം. CJP പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സോനം വാങ്ചുക് നടത്തിവന്ന നിരാഹാര സമരം 26-ാം ദിവസം അവസാനിപ്പിച്ചു. ഗുരുഗ്രാമിലെ മേദാന്ത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ഡോക്ടർ ജിതേന്ദ്ര സിംഗ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സമരം അവസാനിപ്പിച്ചത്. കേന്ദ്രമന്ത്രിമാർ നൽകിയ ഉറപ്പുകളെ തുടർന്നാണ് ഈ തീരുമാനം. പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ യാതൊരുവിധ നിയമ നടപടികളും സ്വീകരിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കൂടാതെ പരീക്ഷാ ചോർച്ച തടയുന്നതിനും വിദ്യാഭ്യാസ മേഖലയിൽ ആവശ്യമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിനും മുൻഗണന നൽകാമെന്നും ക്രമക്കേടുകൾ മൂലം ദുരിതത്തിലായവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ നടപടിയെടുക്കുമെന്നും മന്ത്രിമാർ ഉറപ്പു നൽകി. ഈ വിഷയത്തിൽ ചർച്ചകൾ പൂർത്തിയായതായും തുടർ നടപടികൾ വരും ദിവസങ്ങളിൽ അറിയിക്കുമെന്നും സോനം വാങ്ചുക് അറിയിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ മുതലെടുപ്പിനേക്കാൾ നരേന്ദ്രമോദിയുടെ ആത്മാർത്ഥതയാണ് സോനം വാങ്ചുകിന് ബോധിച്ചത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ സമരത്തിൽ നിന്നും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള നീക്കത്തെ സോനം വാങ്ചുകിന്റെ ഭാര്യ ഗീതാഞ്ജലി ശക്തിയായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. ഒരു ദിവസം പോലും സമരപ്പന്തലിൽ പോലും എത്താതെ പിന്നീട് സമരത്തിന്റെ ക്രെഡിറ്റ് മുഴുവൻ തട്ടിയെടുക്കാൻ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിൽ സമരം നടത്തിയതേ വഞ്ചനയാണെന്നും ഗീതാഞ്ജലി ആങ്മോ രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്തിയിരുന്നു. ഇതുതന്നെയാണ് സമരത്തിന് വഴിത്തിരിവായതെന്നും കരുതുന്നു. പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ മുതലെടുപ്പിനേക്കാൾ മോദിയുടെ ആത്മാർത്ഥതയിൽ സോനം വാങ്ചുകിന് കൂടുതൽ വിശ്വാസം തോന്നിയതെന്ന് കരുതുന്നു. നരേന്ദ്രമോദി നീറ്റ് പരീക്ഷാ ചോർച്ചയ്ക്ക് കാരണക്കാരായ കുറ്റവാളികളെ അതിവേഗ കോടതി സ്ഥാപിച്ച് പരമാവധി വേഗത്തിൽ ശിക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ദില്ലി ഹൈക്കോടതി അതിവേഗ കോടതി സ്ഥാപിക്കുകയും ചെയ്തു. വെള്ളിയാഴ്ച നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഭാവിയിൽ പേപ്പർ ചോർച്ച തടയാൻ ലക്ഷ്യമിടുന്ന ബിൽ അവതരിപ്പിക്കുമെന്ന് നരേന്ദ്രമോദി വ്യാഴാഴ്ച അർദ്ധരാത്രി പങ്കുവച്ച വീഡിയോയിൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതെല്ലാം സോനം വാങ്ചുകിന്റെ മനസ്സ് മാറ്റാൻ കാരണമായെന്നറിയുന്നു. എന്തായാലും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയുടെ വസതിക്ക് മുന്നിൽ നടത്തിയ രാഷ്ട്രീയ മുതലെടുപ്പ് നാടകമാണ് സോനം വാങ്ചുകിനെ നരേന്ദ്രമോദിക്ക് അനുകൂലമാക്കിയത്. ഇത് സംബന്ധിച്ച് സാമൂഹ്യ നിരീക്ഷകനായ ജിതിൻ കെ ജേക്കബിന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. അപ്പോൾ ഇനി മുതൽ സോനം വാങ്ചുക് ജി. എന്നാലും എത്ര പേരുടെ പ്രതീക്ഷകളാണ് വാങ്ചുക് ജി നിങ്ങൾ തല്ലി തകർത്തത്. നേപ്പാൾ മോഡൽ കലാപം, ബംഗ്ലാദേശ് മോഡൽ കലാപം, ശ്രീലങ്കൻ മോഡൽ കലാപം എല്ലാം മൂഞ്ചി. മക്കളുടെ ചിതയിൽ നിന്ന് തോക്കെടുത്ത ക്യൂബയിലെ വിപ്ലവകാരികളെ കുറിച്ച് സന്ദേശം സിനിമയിൽ പറയുന്നത് പോലെ ഡൽഹിയിൽ പോയി കലാപമുണ്ടാക്കാൻ സ്വന്തം സന്തതിയെ പറഞ്ഞുവിട്ട അന്തംകമ്പി തന്ത മുതൽ സമരജീവികളും മാപ്രകളും സുഡാപ്പികളും മെഗാസ്റ്റാറിന്റെ സന്തതി മുതൽ ലോക്കൽ ലെവൽ രഞ്ജിനി ഹരിദാസും വരെ ഇതൊക്കെ എങ്ങനെ സഹിക്കും? പാറ്റക്കൂട്ടത്തിലാണെങ്കിൽ നേതാക്കൾക്കെതിരെ വലിയ രോഷം. പാറ്റ നേതാക്കൾക്ക് മാത്രം 5 സ്റ്റാർ ജീവിതം. കലാപം ഉണ്ടാക്കാൻ വന്നവർക്ക് നേരത്തെ പറഞ്ഞ പണവും ബിരിയാണിയും പൈന്റും യഥാസമയം കിട്ടുന്നുമില്ല. എത്ര ഫുഡ് അവിടെ ചെന്നാലും എല്ലാം ലവന്റെ വായിലേക്കാണ് പോകുന്നത്. ഡൽഹി പോലീസ് ആണെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI എയ്ഡഡ് ഫേഷ്യൽ റെക്കഗ്നിഷൻ സോഫ്റ്റ്വെയറും 360 ഡിഗ്രി ക്യാമറാസും മെറ്റാ സ്മാർട്ട് ഗ്ലാസും എല്ലാം ഉപയോഗിച്ച് അവിടെ വന്നവന്റെയും പോയവന്റെയും എല്ലാം ജാതകം വരെ എടുത്ത് വെച്ചിട്ടുമുണ്ട്. കല്ലെറിൽ നടത്തിയവർക്കും പൊതുമുതൽ നശിപ്പിച്ചവർക്കും 153ഓളം പോലീസുകാരുടെ തല തല്ലി പൊട്ടിച്ചവർക്കും വനിതാ മാധ്യമപ്രവർത്തകർക്ക് നേരെ ലൈംഗിക ആക്രമണം നടത്തിയവർക്കും വനിതാ മാധ്യമപ്രവർത്തകർക്ക് നേരെ പാനിന്റെ സിപൂരി കാണിച്ചവർക്കും പ്രധാനമന്ത്രിയെ വെടിവെച്ചു കൊല്ലണമെന്ന് പറഞ്ഞവർക്കും പാർലമെന്റ് തകർക്കണമെന്ന് പറഞ്ഞവനും ഒക്കെ തിഹാർ ജയിലിൽ ഇനി കുറെ കാലം ഉണ്ടതിന്. അപ്പോൾ പാറ്റ നേതാക്കളും സമരജീവികളുമോ ഇപ്പോഴേ അവിടെ നിന്ന് മുങ്ങിയാൽ അധികകാലം അകത്ത് കിടക്കേണ്ടി വരില്ല. എന്റെ ബലമായ സംശയം ഇവന്മാരുടെ തീറ്റ കൊണ്ട് തന്നെ ഇവരുടെ വിദേശ സ്പോൺസർമാർ കുത്തുവാള എടുത്തു എന്നാണ്. അതുകൊണ്ടാണ് വാങ്ചുക് പണി നിർത്തിയത്. അല്ലെങ്കിൽ രക്തസാക്ഷികളെ ഉണ്ടാക്കാതെ വാങ്ചുക് ലേഹയിലേക്ക് തിരികെ പോകില്ലായിരുന്നു. എന്നാലും വാങ്ചുക് ജി കലാപകാരികളെ ആന്റി സോഷ്യൽ എലമെന്റ്സ് എന്ന് വിളിച്ചത് കൊടും ചതിയായി പോയി കേട്ടോ. അവരെ വിദ്യാർത്ഥികൾ എന്നൊക്കെ പറഞ്ഞ് വെളുപ്പിച്ച് വരികയായിരുന്നു മാപ്രകളും ഫണ്ട് കിട്ടിയ സെലിബ്രിറ്റികളും. മലപ്പുറത്ത് നിന്നും മറ്റും ഫ്ലൈറ്റ് പിടിച്ച് ഡൽഹിയിൽ പോയവരെയും കലാപം ഉണ്ടാക്കാൻ സ്വന്തം സന്തതിയെ പറഞ്ഞുവിട്ട് അന്തം കമ്മിയുമെങ്കിലും ഓർത്തുകൂടായിരുന്നു വാങ്ചുക് ജിക്ക്. വാങ്ചുക് ജി ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ അതിഥിയാണ്. അയാളുടെ പേരിൽ കേസും ഇല്ല, ഒന്നുമില്ല. അയാളെ വിശ്വസിച്ച് കലാപം ഉണ്ടാക്കാൻ പോയവനൊക്കെ ഇനി പതിറ്റാണ്ടുകൾ ജയിലും കോടതിയും, അതും ഡൽഹിയിലെ കോടതി. എത്രത്തോളം ദിവസം ഇവറ്റകൾ അവിടെ തുടരുന്നുവോ അത്രത്തോളം ഇവർ സ്വയം തുറന്നു കാട്ടപ്പെടും. ഇവർ ഓരോ അഭിമുഖം കൊടുക്കുമ്പോഴും ഇവരുടെ മുഖംമൂടി അഴിഞ്ഞു വീഴുകയാണ്. ഒരു മലയാളി സുഡാപ്പിയുടെ ബൈറ്റ് ഉണ്ടാക്കിയ ഡാമേജ് എത്രത്തോളം ഉണ്ടെന്ന് കമ്പനികളുടെ മോങ്ങൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. കൊട്ടിക്കലാശം നടത്തുന്ന ഡൽഹി പോലീസും CRPFും ചേർന്നാണെങ്കിൽ അതൊരു ഗംഭീര വിഷ്വൽ ട്രീറ്റ് തന്നെയായിരിക്കും എന്നുറപ്പ്. 160ഓളം പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. വലിയ പ്രകോപനം ഉണ്ടായിട്ട് പോലും അവർ അല്ലറ ചില്ലറ പെരുമാറിയതൊഴിച്ചാൽ സംയമനം പാലിക്കുകയായിരുന്നു. ഇതുവരെ സീനിൽ ഇല്ലാതിരുന്ന അമിത്ഷാ കൂടി രംഗത്തേക്ക് വരുന്നതോടെ
വന്നതോടെ ഡൽഹി പോലീസ് കലാപകാരികൾക്ക് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെ മറുപടി കൊടുക്കും അല്ലെങ്കിൽ മറുപടി നൽകുമെന്നാണ് കരുതുന്നത്. സോനം വാങ്ചുക് ജി ആയതുപോലെ ഇനിയിപ്പോൾ പാറ്റ നേതാവ് അഭിജിത്ത് ദീപ് കെ ജി എന്ന് വിളിക്കേണ്ടി വരുമോ ആവോ? അപ്പോൾ കലാപ കമ്മിറ്റി പ്രസിഡന്റ് തന്നെ നൈസായി മുങ്ങിയ സ്ഥിതിക്ക് ബാക്കി കാര്യങ്ങൾ എങ്ങനെയാ? പൊടിയും തട്ടി പോകുവാണോ അതോ കൊട്ടിക്കലാശം ഡൽഹി പോലീസിനെ കൊണ്ട് തന്നെ നടത്തിക്കോ? ഇങ്ങനെയാണ് ആ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത്. അതേസമയം നീറ്റ് പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരെ ശിക്ഷിക്കാൻ അതിവേഗ കോടതി സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ അതിവേഗ കോടതി സ്ഥാപിച്ച് ദില്ലി ഹൈക്കോടതി രംഗത്ത് വന്നിരിക്കുകയാണ്. 2024 പൊതുപരീക്ഷ അന്യായമായ മാർഗങ്ങളിൽ തടയൽ നിയമവും അനുബന്ധ കേസുകളും പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ഫാസ്റ്റ് ട്രാക്ക് കോടതി പരിഗണിക്കും. ഈ നിയമപ്രകാരം ഫയൽ ചെയ്തിട്ടുള്ള എല്ലാ കേസുകളും ഉടൻ തന്നെ പുതുതായി സൃഷ്ടിച്ച ഫാസ്റ്റ് ട്രാക്ക് കോടതിയിലേക്ക് മാറ്റും. കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവർക്ക് 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ പിഴയും ശിക്ഷയായി ലഭിക്കാൻ വഞ്ചനാ വിരുദ്ധ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ദില്ലിയിലെ റൌസ് അവന്യൂ കോടതി സമുച്ചയത്തിൽ പുതുതായി സൃഷ്ടിച്ച ഫാസ്റ്റ് ട്രാക്ക് കോടതിയിൽ ജുഡീഷ്യൽ ഓഫീസർ അനു ഗ്രോവർ ബാലികയെ പ്രത്യേക CPI ജഡ്ജിയായിട്ട് അഴിമതി തടയൽ നിയമമായി നിയമിക്കാൻ ദില്ലി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DK ഉപാധ്യായ ഉത്തരവിട്ടതായി ഹൈക്കോടതി രജിസ്ട്രാർ ജനറൽ പറഞ്ഞു. അവസാനം ഒരു കാര്യം വ്യക്തമാണ്. 26 ദിവസത്തെ നിരാഹാരം സമരം അവസാനിപ്പിച്ച തീരുമാനം ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകൾ, നീറ്റ് പരീക്ഷാ ചോർച്ചയ്ക്കെതിരായ അതിവേഗ നടപടികൾ, ഫാസ്റ്റ് ട്രാക്ക് കോടതി രൂപീകരണം, ഇവയൊക്കെയാണ് ഒരു വഴിത്തിരിവിന് പിന്നിലെ പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്നാൽ ഇത് പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തിരിച്ചടിയായോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ആശങ്കകൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള പുതിയ തുടക്കമായോ മാറുമോ എന്നതാണ് ഇനി രാജ്യം ഉറ്റുനോക്കാൻ പോകുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്തു തന്നെയായാലും കമന്റ് ചെയ്യുക. സോനം വാങ്ചുകിന്റെ തീരുമാനം ശരിയായിരുന്നോ? കമന്റിൽ അഭിപ്രായം രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഒപ്പം ഇത്തരത്തിലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ തത്വമയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.